യഥാർത്ഥ ഉടമയുടെ മുന്നിലൂടെ മോഷണ ബൈക്കുമായി പോയ പ്രതി പിടിയിലായി. പാലക്കാട് കമ്പ വള്ളിക്കോട് സ്വദേശി രാധാകൃഷ്ണന്റെ ബൈക്കാണ് മോഷണം പോയത്. പുതുപ്പരിയാരം പ്രാഥമിക ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോഴാണ് ബൈക്ക് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. രാധാകൃഷ്ണൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് എസ്റ്റേറ്റ് ജംഗ്ഷനിൽ തിരിച്ചെത്തിയപ്പോൾ ബൈക്ക് മോഷ്ടിച്ചാൽ ബൈക്കുമായി പോകുന്നത് കാണുകയും പിടിച്ചു നിർത്തുകയുമായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് വാഹനം തിരികെ ലഭിച്ചത് എന്നായിരുന്നു രാധാകൃഷ്ണൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ഈ CCTVയിൽ കാണുന്നത് രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണന്റെ ബൈക്ക് മോഷണം പോയപ്പോൾ അത് പിടിച്ചു നിർത്തി അത് കൊണ്ടുപോയ മോഷ്ടാവിനെ രാജേന്ദ്രനെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഞാൻ പുതുപ്പരിയാരം ഹെൽത്ത് സെൻ്ററിൽ വന്നിട്ട് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. പാർക്ക് ചെയ്തിട്ട് ഞാൻ ഉള്ളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ ബൈക്ക് കാണാനില്ല. ഞാൻ അവിടെ അന്വേഷിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യൂ, CCTV ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യും. അവർ ഊണ് കഴിക്കുന്ന സമയമായതുകൊണ്ടായിരിക്കാം പറഞ്ഞത്. പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യൂ ആദ്യം പറഞ്ഞു. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. കംപ്ലയിൻറ്റ് തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അന്വേഷിക്കാം, കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പയ്ക്കോളൂ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ എസ്റ്റേറ്റ് ജംഗ്ഷനിലേക്ക് വരുമ്പോൾ എൻ്റെ മോളെ വിളിച്ച് പറഞ്ഞു, വരാൻ വേണ്ടി പറഞ്ഞു, എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു. മോള് വന്ന് റോഡിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൈ കാട്ടി. ഞാനപ്പോൾ ശരി, ഞാൻ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് ഈ പയ്യൻ അങ്ങനെ എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് വരുന്നത്. ദൃശ്യങ്ങളുണ്ടല്ലോ ചേട്ടൻ സാധാരണ പോലെ ഇങ്ങനെ നടന്നു വന്നു, വളരെ പെട്ടെന്ന് പിടിക്കണം. അത് അയാൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ പതുക്കെ നടന്നു വന്ന് പിടിച്ചത്? അല്ല, ഇത് ഞാനും യാദർച്ഛികമായിട്ടാണ്. അത് എല്ലാം ദൈവനിമിത്തം എന്ന് പറയാം. ഞാനും ആ മൂവ്മെന്റിൽ പോകുന്നു, എനിക്ക് അവർ വരുന്നോ ഒന്നും അറിയില്ല, തിരിയുന്നതോ ഒന്നും കണ്ടിട്ടില്ല. പെട്ടെന്ന് എൻ്റെ ആ സൗണ്ട് ഉണ്ട്, അതിൻ്റെ വണ്ടിൻ്റെ സൗണ്ട് കുറേ വർഷങ്ങളായി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എൻ്റെ വണ്ടിൻ്റെ സൗണ്ടാണല്ലോ, തിരിഞ്ഞു നോക്കും വണ്ടി. ഇത് പെട്ടെന്നൊരു ഷോക്കായി. അത് എൻ്റെ നിർത്തണ പറഞ്ഞാൽ കേട്ടില്ല. ഞാൻ അപ്പം തന്നെ ഇത്തിരി സ്പീഡ് കമ്മിയാണ്, പിടിച്ചൊന്നും ഇതാക്കിയൊന്ന് മറിച്ചിട്ടു. പിന്നെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു, ആളുകളൊക്കെ കൂടിയ ശേഷമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ബൈക്ക് മോഷ്ടിച്ച് പോയതാണ്. ഞാൻ പുതിയ പൂട്ട് മാറ്റിയതേ ഉള്ളൂ, അതിനെയാണ് പൊട്ടിച്ചിട്ട് ആളെ കൊണ്ടുപോയത്. പിന്നെ ഒന്ന് നോക്കുമ്പോൾ പിന്നെ ചാവി ഇട്ടപ്പോൾ ക്ലിയർ ആയി. ഭഗവാന്റെ കടാക്ഷം, അത്രയേ ഉള്ളൂ. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ബൈക്ക് നഷ്ടപ്പെട്ടു. മണിക്കൂറുകൾക്കുള്ളിൽ സ്വന്തം മുന്നിൽ തന്നെ കൺമുന്നിലൂടെ ആ ബൈക്ക് മോഷ്ടാവ് ഓടിച്ചുപോയി. അവിടെ വെച്ച് ആ ബൈക്കിൽ കയറി പിടിച്ചു. ഇപ്പോൾ ബൈക്ക് തിരികെ കിട്ടി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഏതായാലും രാജേന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ റിമാൻഡും ചെയ്തിട്ടുണ്ട്. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.